മലയാളികൾക്ക് സുപരിചിതയാണ് മല്ലിക സുകുമാരൻ. തന്റെ അഭിനയ ജീവിതത്തിൽ 50 വർഷം എന്ന അസുലഭ നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് മല്ലിക സുകുമാരൻ. തന്റെ ജീവിതത്തിൽ മല്ലിക നേരിട്ട വെല്ലുവിളികളും പ്രതിസന്ധികളും സമാനതകളില്ലാത്തതാണ്. ഇപ്പോഴിതാ വീട് വിട്ടിറങ്ങിയ താൻ തിരികെ വീട്ടിലേക്ക് വന്ന നിമിഷത്തെക്കുറിച്ച് മല്ലിക മനസ്സ് തുറക്കുകയാണ്. വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മല്ലിക മനസ്സ് തുറന്നത്. ആ കാഴ്ചയും കണ്ണിൽ നിന്നും ആയില്ല. സങ്കടം കൊണ്ട് കവിളുകൾ വിറച്ച് നിർമ്മേഷനായി നോക്കി നിൽക്കുന്ന അച്ഛൻ. ശ്രീ പത്മനാഭ, എന്റെ മോള് വന്നോ എന്ന നിലവിളിയോടെ വീട്ടിനുള്ളിൽ നിന്ന് പാഞ്ഞു വരുന്ന അമ്മ. അവർക്ക് മുന്നിൽ നിറ കണ്ണുകളോടെ ഞാൻ. സുകുവേട്ടൻ ജീവിതത്തിലേക്ക് ക്ഷണിച്ച ശേഷമാണ് ഈ സംഭവം. ശ്രീകുമാരൻ തമ്പി സാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ തിരുവനന്തപുരത്ത് എത്തിയതാണ്. പാരാമൗണ്ട് ഹോട്ടലിലാണ് താമസം. ഒരു ദിവസം അമ്മാവന്റെ മകൾ എന്നെ കാണാൻ വന്നു. ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയി പ്രസാദവുമായാണ് വന്നത്. എന്റെ അമ്മ പറഞ്ഞിട്ടാണ് വഴിപാട് നടത്തിയതെന്നും സിനിമയിലെങ്കിലും കാണാമല്ലോ എന്നോർത്ത് ഞാൻ അഭിനയിച്ച സിനിമകളെല്ലാം കാണാൻ അമ്മ പോകാറുണ്ടെന്നും ചേച്ചി പറഞ്ഞത് കേട്ടിട്ട് എന്റെ കണ്ണു നിറഞ്ഞു. വീട്ടിൽ പോയി അച്ഛനെയും അമ്മയെയും കാണുമെന്ന് തോന്നി. ചേച്ചി വന്ന വിവരം അറിഞ്ഞ് സുകുവേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ തമ്പി സാറിനോട് സംസാരിച്ച് മല്ലികയെ ഒരു ദിവസം ഫ്രീ ആക്കാം. അന്ന് വീട്ടിലേക്ക് പോകാം. എന്റെ കാറിൽ പോയാ മതി. 5 ദിവസം കഴിഞ്ഞ് ചേച്ചി വീണ്ടും ഹോട്ടലിൽ വന്നു. സുകുവേട്ടന്റെ ഇളം പച്ചനിറത്തിലുള്ള അംബാസഡർ കാറുമായി ഡ്രൈവർ തങ്കച്ചൻ റെഡി. കാറിന്റെ നമ്പർ പോലും ഓർമ്മയുണ്ട്, KRT 699. ഞങ്ങളുടെ വീടിന് 2 ഗേറ്റ് ഉണ്ട്. വലിയ ഗേറ്റ് വഴി കാർ അകത്ത് ചെല്ലും. അടുത്തത് ചെറിയ ഗേറ്റ്. കാർ മതിലിന് പുറത്തിട്ട് ഞാൻ ചെറിയ ഗേറ്റ് വഴി അകത്തേക്ക് കയറി. ചാരു കസേരയിൽ കിടന്ന അച്ഛൻ പത്രം വായിക്കുന്നുണ്ട്. പരസ്പരം കണ്ടിട്ട് 4 വർഷം 11 മാസവും. ദൂരെ നിന്ന് നടന്നു വരുന്ന എന്നെ അച്ഛന് പെട്ടെന്ന് മനസ്സിലായില്ല. ഉമ്മറത്തേക്ക് കയറിയപ്പോൾ ഞെട്ടലോടെ അച്ഛൻ എഴുന്നേറ്റു. മുഖത്ത് സങ്കടവും വിഷമവും ഇരച്ചെത്തി. കരച്ചിൽ പിടിച്ചു നിർത്തിയത് കൊണ്ടാവാം അച്ഛന്റെ കവിൾ വിറയ്ക്കുന്നുണ്ട്. ഇളയ മകളായതിന്റെ വാത്സല്യത്തിൽ എന്നെ മല്ല എന്ന ഓമനപ്പേരിൽ വിളിച്ചിരുന്ന അച്ഛനാണ് കരച്ചിലടക്കി മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് എന്തു പറയണമെന്നറിയില്ല. ഞാൻ പെട്ടെന്ന് അച്ഛന്റെ കാലിൽ തൊട്ടു തൊഴുതു. എന്നിട്ട് വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു, അച്ഛന്റെ മോൾ ഒരബദ്ധം പറ്റി. ജാതകദോഷം എന്ന് കരുതണം. അച്ഛനൊന്നും മിണ്ടിയില്ല. ഉമ്മറത്ത് എന്റെ ശബ്ദം കേട്ട് എന്റെ ശ്രീ പത്മനാഭ എന്ന് വിളിച്ചു കരഞ്ഞുകൊണ്ട് അമ്മ ഓടിയെത്തി. അന്നേരം അച്ഛൻ ചോദിച്ചു, നിന്റെ ജീവിതം എങ്ങനെ പോകുന്നു? എനിക്ക് ഉത്തരം മുട്ടി. വിക്കി മറുപടി പറഞ്ഞു, സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹവും അഭിനയിക്കുകയാണ്. വീട്ടിലേക്ക് വല്ലപ്പോഴും വരും. അച്ഛന്റെ അടുത്ത ചോദ്യത്തിന് മൂർച്ച അല്പം കൂടുതലായിരുന്നു. ജീവിതകാലം മുഴുവൻ നോക്കിക്കോളുമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ട്? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.